അങ്ങനെ സുഗതൻ വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറായി. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് എത്തുന്നത്. ഇത് കേരളത്തിന് പുറത്ത് ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയർ റാഷിദ് അലിയും അമൃതപാൽ സിംഗും രണ്ട് എം പിമാർ, പാർലമെൻറ്റിലെ എം പിമാർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്ത് പാർലമെൻറ്റ് അംഗങ്ങളായതാണ്. കേസുണ്ട്. നമ്മുടെ നിയമം അനുസരിച്ച് ഒരാൾക്കെതിരെ ഒരു കേസ് ചാർജ് ചെയ്താൽ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. കോടതി അയാളെ കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നത് വരെ അയാൾ നിരപരാധിയാണെന്ന് പറയാൻ അവകാശമുണ്ട്. അയാളെ കുറ്റാരോപിതനായിട്ടേ കാണാൻ കഴിയൂ. ഇതാണ് നിയമം. ഇതെല്ലാവരും പറയും. സി പി എമ്മുകാർ പറയാറുണ്ട്, അതൊരു കേസെടുത്തതല്ലേ, അന്വേഷണം കഴിയട്ടെ, ശിക്ഷ വരട്ടെ, കോടതി പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും പക്ഷേ സുഗതന് ബാധകമല്ല. സുഗതൻ്റെ പേരിൽ ഒരു കേസെടുത്താൽ അപ്പോൾ സുഗതനെ പറ്റിയ തൂക്കിക്കൊല്ലണം. ഇതായിരുന്നു സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും പറഞ്ഞുകൊണ്ടിരുന്നത്. ശബരിനാഥൻ എന്ന് പറയുന്ന ശബരിനാഥൻ ഇപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനകത്തെ ആ സ്ത്രീകൾക്കിടയിൽ കിടന്നുള്ള അടിപിടിയൊക്കെ കഴിഞ്ഞപ്പോൾ വേറെ ചില പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ചാനലിൽ പറയാൻ പറ്റത്തില്ല, ആൾക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ് 288 കിലോമീറ്റർ അപ്പുറത്ത് പോയി സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. സത്യത്തിൽ കേരള ഹൈക്കോടതി ശബരിനാഥ നിങ്ങളെ രക്ഷിച്ചില്ലേ? എന്താണ്, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതനെ കോർപ്പറേഷനിൽ കയറ്റില്ല എന്ന് പറഞ്ഞു. എങ്ങാനും ഹൈക്കോടതി കോർപ്പറേഷനിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുമതി കൊടുത്തിരുന്നെങ്കിൽ ശബരിനാഥൻ എന്തോ ചെയ്തേനെ എന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ശബരിനാഥൻ്റെ മാനവും ബഹുമാനപ്പെട്ട ഹൈക്കോടതി രക്ഷിച്ചു. അതുകൊണ്ട് ഈ പുളുവടി ഇനിയും തുടരാം. കാർത്തികേയൻ്റെ മകനല്ലേ, കുറച്ചൊക്കെ മാന്യത ആളുകൾ പ്രതീക്ഷിച്ചു, പക്ഷേ ഒന്നുമില്ലെന്ന് മനസ്സിലായി. പക്ഷേ സുഗതനെ സംബന്ധിച്ച് നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച സുഗതൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ രാഷ്ട്രീയ നേതാവായി മാറിയിരിക്കുന്നു. വാഴോട്ടുകോണത്തെ ഒരു സാധാ കൗൺസിലറായി ബി.ജെ.പിയുടെ ഒരു പ്രാദേശിക നേതാവായി മാത്രം കേരളം അറിഞ്ഞിരുന്ന സുഗതൻ ഇന്ന് കേരളം മുഴുവൻ അറിയുന്ന ഒരു നേതാവായി. അടുത്ത പ്രാവശ്യം വട്ടിയൂർക്കാവിൽ നിന്ന് ഒരുപക്ഷെ മത്സരിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പോകുന്ന കേരളത്തിൻ്റെ MLA ആയി സുഗതനെ നിങ്ങൾ മാറ്റി. ഇതാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. ഇനിയിപ്പോൾ എന്താ, സുഗതൻ ഇന്നു മുതലാണ് ശരിക്കും കൗൺസിലർ. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഈ ശബരിനാഥൻ മറ്റേ രജിസ്റ്റർ ബുക്കൊക്കെ പിടിച്ച് വാങ്ങി ഒരു നാടകം നടത്തിയില്ലേ? പക്ഷേ നോക്കൂ, ഓത്തെടുത്താൽ മാത്രമേ കൗൺസിലർ ആവുകയുള്ളൂ. മുമ്പ് ഹൈക്കോടതി പറഞ്ഞു കൗൺസിലർമാരെടുത്ത തീരുമാനങ്ങളൊന്നും റദ്ദാക്കുന്നില്ല, എന്നാൽ പോലും പുതുതായി സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ഇന്നു മുതലാണ് തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലറായിട്ട് സുഗതൻ മാറുന്നത്. ഇനി സുഗതന് അയോഗ്യത വരണമെങ്കിൽ തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കണം, അല്ലെങ്കിൽ 3 മാസം തുടർച്ചയായി കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കണം. അപ്പോൾ സുഗതനെ സംബന്ധിച്ച് ഇനി കൂടുന്ന കൗൺസിൽ തൊട്ട് 1 എന്ന് എണ്ണാൻ പറ്റും. നിങ്ങളുടെ ഉർവശി ശാപം ഉപകാരമായി. നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്തത് അതെല്ലാം പൊളിഞ്ഞു പാളീസായി. നിങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് പ്ലാൻ ചെയ്തു, അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നു. പിന്നെന്താണ് ചെയ്തത്? നിങ്ങൾ സുഗതനെ പോലെ മറ്റൊരു കൗൺസിലറെ കൂടെ പിടിച്ച് ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചോ നോക്കി. രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ചത്താലും BJP മുന്നണി വിട്ടു പോവില്ല എന്ന് പറഞ്ഞു. പിന്നെ സുഗതനെ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അഭിജിത്ത് എന്നും വിപിൻ എന്നും പറയുന്ന 2 പോലീസുകാരെ, CPM ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്ന 2 പേരെ ഉപയോഗിച്ച് വൃത്തികെട്ട നാടകം കളിച്ചു. അതും പാളിപ്പോയി. കേരള ഹൈക്കോടതി, ഞാൻ മനസ്സിലാക്കുന്ന കേരള ഹൈക്കോടതി സുഗതനോട് ഒരു വലിയ ഫേവർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പക്ഷേ കേരള ഹൈക്കോടതി എടുത്ത ഏറ്റവും ധീരമായ നിലപാടാണ്. കാരണം ജനങ്ങളുടെ വിധിയാണ് പരമാധികാരം. ജനവിധിയെ അട്ടിമറിക്കുക എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഉന്നതമായ നിയമബോധത്തോടെ, ജനാധിപത്യ ബോധത്തോടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് നാളെ രാവിലെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യൂ എന്ന് പറഞ്ഞത്. നാളെ വൈകുന്നേരം ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലുമായിട്ട് പോകുമായിരുന്നു. രാവിലെ 11:30 മണി എന്ന് തീരുമാനിച്ചതുകൊണ്ട് UDFന് CPMൻ്റെ ഒരു അപ്പീലുമായിട്ട് പോകാനുള്ള സമയം പോലും കിട്ടിയില്ല. എന്ത് പറഞ്ഞ് അപ്പീൽ കൊടുക്കും? കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ നീട്ടിക്കൊണ്ട് പോകാമെന്നേ ഉള്ളൂ. കാരണം അപ്പീൽ പോയിട്ടും കാര്യമില്ല. ഇന്ത്യൻ പാർലമെൻറ്റിലെ അംഗങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ജയിലിൽ കിടന്ന്, പഴയ ചമ്പൽ കൊള്ളക്കാരി ഫുലാൻ ദേവി വരെ ജയിലിൽ കിടന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആളുകളെ കൊന്ന കേസിൽ, നിരവധി ആളുകളെ കൊന്ന കേസിലെ പ്രതി. എഞ്ചിനീയർ റാഷിദ് അലി എന്ന് പറയുന്ന ആൾ ബാരാമുള്ള കാശ്മീരിലെ MP ആണ്. ഭീകരവാദി. ആളുകളെ കൊല്ലാൻ വേണ്ടി ടെറർ ഫണ്ടിങ് ഉൾപ്പെടെ നടത്തി ഒരുപാട് പേരെ ബോംബ് സ്ഫോടനങ്ങളിലൂടെ കൊന്ന ആൾ. പഞ്ചാബിലെ അമൃതപാൽ സിംഗ്, അവിടുത്തെ ഭീകര സംഘടനയുടെ ഇന്ത്യയെ വിഭജിച്ച് ഖാലിസ്ഥാൻ ഉണ്ടാക്കണമെന്ന് പറയുന്ന
ആ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്, അയാൾ എം പിയാണ്, ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോഴൊന്നും നിങ്ങൾക്ക് കുരുപൊട്ടിയിട്ടില്ലല്ലോ ശബരിനാഥ. ഇപ്പൊ സുഗതന്റെ കാര്യത്തിൽ വന്നപ്പോൾ നിങ്ങളുടെ പരിപാടികളൊക്കെ പൊളിഞ്ഞു പാളീസായതിൻ്റെ ഖേദമാണ് നിങ്ങൾക്ക്. ഇങ്ങനെ ഇടത് വലത് മുന്നണികൾ നാറിപ്പോയ ഒരു അവസ്ഥ ഉണ്ടാവില്ല. രാജേഷ് ഇന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? എണ്ണി എണ്ണി കണക്ക് ചോദിക്കും എന്ന് പറഞ്ഞു അല്ലേ? എണ്ണി എണ്ണി കണക്ക് ചോദിക്കും. കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ അടിവേരിളക്കുന്ന പണിയാണ് തിരുവനന്തപുരത്ത് രാജേഷ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാളയം മാർക്കറ്റ്, ചാല എല്ലാം നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ സർക്കാരിൻ്റെ കോർപ്പറേഷൻ്റെ ഒരുപാട് കെട്ടിടങ്ങൾ കൈവശം വെച്ച്, കല്യാണ മണ്ഡപങ്ങൾ പോലും കൈവശം വെച്ച്, 3 കല്യാണ മണ്ഡപങ്ങളാണ് കോർപ്പറേഷൻ്റെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് എടുത്തിട്ട് കാലാവധി കഴിഞ്ഞിട്ടും വിട്ടുകൊടുക്കാതെ സഖാക്കന്മാർ വാടക വിരിച്ചുകൊണ്ടിരുന്നത്. എത്ര കടമുറികളാണ് നിങ്ങൾ കോവിഡ് കാലത്തൊക്കെ ഉപയോഗിച്ചത്? കൈവശം വെച്ചിട്ട് ചെറിയ മുറികളായി തിരിച്ച് വാടക പിടിച്ചുകൊണ്ടിരുന്നത്. എത്ര സ്ഥലത്താണ് ഗുണ്ടാപ്പിരിവ് നടത്തിക്കൊണ്ടിരുന്നത്? മാർക്കറ്റിൽ മീൻ വിൽക്കുന്ന ഒരു ലൈറ്റ് LED ലാമ്പിന് താഴെ മീൻ വിൽക്കുന്ന ഒരു സാധു സ്ത്രീയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ദിവസം 500 രൂപ ഹഫ്ത പിരിച്ചവരുണ്ട് അവിടെ. പാർക്കിങ്ങിന്റെ പേരിലെ കൊള്ള, ഇതെല്ലാം രാജേഷ് അവസാനിപ്പിക്കുകയാണ്. കടുത്ത നടപടി. എന്തിന് തിരുവനന്തപുരത്ത് ബുൾഡോസർ ഇറക്കി രാജേഷ്, പൊളിച്ചു കളഞ്ഞു. നിങ്ങൾക്ക് ചെറുവിരൽ ഇറക്കാൻ പറ്റിയില്ല, നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പറ്റിയില്ല. കാരണം നിയമവിരുദ്ധമാണ്, കയ്യേറ്റമാണെന്ന് പ്രൈമാ ഫേസി പ്രഥമ ദൃഷ്ടിയ കാണുന്ന തരത്തിലുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 10-15 വർഷമായി നിങ്ങൾ കൈവശം വെച്ച് അനുഭവിച്ചു കൊണ്ടിരുന്ന സി പി എമ്മിൻ്റെ പ്രധാന ധനാഗമ മാർഗം പോലെ ഉപയോഗിച്ചിരുന്ന ഭരണം പോയപ്പോൾ വിറളിയെടുത്ത നിങ്ങളുടെ അടിവേരിളകുകയാണെന്ന് കണ്ട് ആണ് ഈ കോർപ്പറേഷൻ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു? കുടിവെള്ളം മുടക്കി. നിങ്ങളുടെ യൂണിയൻകാരെ കൊണ്ട് കുടിവെള്ളം മുടക്കി. ആമയിഴഞ്ഞാൻ തോട്ടിൽ ഉൾപ്പെടെ നിങ്ങൾ കൊണ്ട് മാലിന്യം തള്ളുന്നു. എന്തൊക്കെ നെറികേടുകളാണ് ഈ പാർട്ടി ചെയ്യുന്നത്. പണ്ട് സെക്രട്ടേറിയറ്റ് വളയാൻ പോയി ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. എന്നിട്ട് ആ നഗരം മുഴുവൻ മലമൂത്ര വിസർജനം നടത്തി നാറ്റിച്ച നെറികെട്ട രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഒരു ജനത്തെ, ഒരു നഗരത്തിലെ ജനക്കൂട്ടത്തെ അവർ നിങ്ങളെ തോൽപ്പിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. BJPയുടെ ഭരണം തിരുവനന്തപുരത്ത് വന്നാൽ തിരുവനന്തപുരം കേരളത്തിന് മാതൃകയായി മാറും. തിരുവനന്തപുരത്ത് കേരളം ഉറ്റുനോക്കുന്നു എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. കേന്ദ്ര പദ്ധതികളുടെ കൂടി സഹായത്തോടു കൂടി തിരുവനന്തപുരത്ത് 5 വർഷക്കാലം കൊണ്ട് രാജേഷിൻ്റെ നേതൃത്വത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നാൽ കേരളം അത് കാണും. കേരളം ചിന്തിക്കും, BJPക്ക് അധികാരം കൊടുത്ത് ഒരു കോർപ്പറേഷൻ കിട്ടിയപ്പോൾ ഇത്രയുമൊക്കെ അവർ ചെയ്തെങ്കിൽ കേരളത്തിൻ്റെ ഭരണം അവർക്ക് കിട്ടിയാൽ കേരളം എങ്ങനെ മാറുമെന്ന് ആലോചിക്കും. സ്വാഭാവികമായും ജനം ആലോചിക്കും. എല്ലാം രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആളുടെ എണ്ണം കുറഞ്ഞു വരിക, പാർട്ടി അടിമകളുടെ കാലം കുറഞ്ഞു വരിക. നിങ്ങളൊരു ജാഥ നടത്തിയ പണ്ടത്തെ പോലെ ആളെ കിട്ടുന്നില്ലല്ലോ. DYFക്കാരൻ്റെ സമരമൊക്കെ എവിടെ പോയി? ഇല്ലല്ലോ. മനുഷ്യച്ചെങ്കലയും മനുഷ്യക്കോട്ടയൊന്നും ഇല്ലല്ലോ. പണിയുണ്ട് ആൾക്ക്, പോയി പണി നോക്കണമെന്ന് ആളുകൾ പറയും. പഴയ പോലെ പാർട്ടിക്ക് വേണ്ടി ചാകാനും കൊല്ലാനും നിങ്ങളുടെ ട്രെയിൻഡ് ആയിട്ടുള്ള ചില ഗുണ്ടകളല്ലാതെ ആരെയും കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ലോകം മാറുന്നു, ഇന്ത്യ മാറുന്നു എന്നവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കങ്കാണിപ്പണി എടുക്കാൻ ഇനി ആളെ കിട്ടില്ല. അവർ രാജ്യം മാറുന്നത് കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ എൻ്റെ നാടും മാറണമെന്ന് ആഗ്രഹിക്കും. തിരുവനന്തപുരം അതിനൊരു മാതൃകയായി മാറിയാൽ കേരളം മാറി ചിന്തിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിനുള്ള നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും പാളിപ്പോയിരിക്കുന്നു. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള ഹൈക്കോടതിയിൽ ഇന്ന് നടന്ന സത്യപ്രതിജ്ഞ കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിന്തയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾ എതിരാളികളെ എന്തും ചെയ്യും. പണ്ട് സന്ദേശം സിനിമയിൽ പോകുന്നവരെ അവനെതിരെ സാമ്പത്തിക ആരോപണം പറയണം, അല്ലെങ്കിൽ ഒരു പെണ്ണ് കേസിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ സൂദനെ കുടുക്കുക. എന്താ സൂദൻ ചെയ്തത്? സൂദനെതിരെ കേസെടുത്ത് കാപ്പ ചുമത്തണമെങ്കിൽ നിങ്ങളുടെ ആർഷോയെ ഈ കേരളത്തിൽ നിന്ന് തന്നെ നാട് കടത്തണമല്ലോ. എത്ര കേസുണ്ട് ആർഷോയുടെ പേരിൽ? നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന് AISFൻ്റെ വനിതാ നേതാവ് ദളിത് വിവാദത്തിൽപ്പെട്ട പെൺകുട്ടിയോട് പറഞ്ഞ കേസ്, എത്ര പേരെ ആക്രമിച്ച കേസ്, എത്ര കേസുകളിലെ പ്രതിയാണ് ആർഷോ. അധികം വൈകാതെ നിങ്ങൾ അയാളെ ഒരു സ്ഥാനാർത്ഥിയാക്കും ചിലപ്പോൾ. അതിനൊന്നും കുഴപ്പമില്ല. CPMകാർ കാണിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. എന്നാൽ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രതികരിച്ചാൽ അയാളെ കാപ്പ ചുമത്തും. എന്തിനാണ് വധശ്രമം ചുമത്തിയിരിക്കുന്നത് സുഗതൻ്റെ പേരിൽ? അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടുത്തെ പ്രാദേശിക ഗുണ്ട വന്ന് ഉത്സവം കലക്കാൻ ശ്രമിച്ചു. അപ്പോൾ ജനങ്ങൾ ഇയാളുടെ അക്രമം കണ്ട് ജനങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്ന കൗൺസിലറെ വിളിച്ചു വരുത്തി. കൗൺസിലർ വന്ന് അതിൽ ഇടപെട്ടു. അതൊരു ഉന്തും തള്ളും വാക്ക് തർക്കമായി അവസാനം ഈ ഗുണ്ട അടികൊണ്ട് വീടുന്ന അവസ്ഥ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ പേരിൽ വധശ്രമം.
എങ്ങനെയുണ്ട്? അപ്പോൾ ഇ ഡിയുടെ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് ആക്രമിച്ചവർ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇ ഡി ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ, പിണറായി വിജയൻ്റെ മാത്രൻ്റെ വീട്ടിലേക്ക് വന്ന ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊബൈൽ ഡാറ്റ പരിശോധിക്കണം. ഇവരാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതികളെ വിളിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ഇ ഡി ആവശ്യപ്പെടാൻ പോകുന്നു. പോലീസും അത് ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഇതിൻ്റെ നിർദ്ദേശം കൊടുത്തതെങ്കിൽ ഇ ഡിയുടെ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായിട്ട് നിങ്ങൾ മാറില്ലേ? നിങ്ങൾക്കെതിരെ കാപ്പ ചുമത്താൻ പറ്റണ്ടേ? കാപ്പ ചുമത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയിൽ നിങ്ങൾ നിയമിച്ച കുറേ അന്തംഗമ്മികൾ ഇരിപ്പുണ്ട് എന്നതിൻ്റെ ധിക്കാരം കൊണ്ടല്ലേ കാണിക്കുന്നത്? 2 പോലീസ് ഓഫീസർമാരെയും കൂട്ടുപിടിച്ച്, ഈ കാപ്പ കമ്മിറ്റിയിലെ ഉദ്യോഗസ്ഥരെയും കൂട്ടുപിടിച്ച് നിങ്ങൾ കളിച്ച ഒരു നെറികെട്ട നാടകമുണ്ടല്ലോ, അതിന് എണ്ണി എണ്ണി കണക്ക് ചോദിക്കുമെന്നുള്ള രാജേഷിൻ്റെ പ്രഖ്യാപനത്തെ കയ്യടിയോടെ അല്ലാതെ സ്വീകരിക്കാൻ പറ്റില്ല. അത്രമാത്രം ആർജവത്തോടെ പ്രവർത്തിക്കുന്ന, ധീരതയോടെ പ്രവർത്തിക്കുന്ന ഒരു മേയറുണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച കുഴപ്പങ്ങളുടെ ഭാഗമായി ബി ജെ പിക്ക് ഒരു വലിയ മൈലേജ് ഉണ്ടായിരിക്കുകയാണ്. ബി ജെ പിക്ക് ഒരു വലിയ നേതാവിനെ കിട്ടിയിരിക്കുന്നു. കേരളം അറിയുന്ന, കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, അഭിമാനത്തോടെ കാത്തിരിക്കുന്ന ഒരു നേതാവിനെ വാഴോട്ട് വേണം കൗൺസിലർ ആർ സുഗതനെ കിട്ടിയിരിക്കുന്നു. പറ്റുമെങ്കിൽ സുഗതൻ്റെ വീട്ടിൽ ആ MLA ഉണ്ടല്ലോ, പഴയ മേയറൊക്കെ ആയിരുന്ന വട്ടിയൂർക്കാവിലെ പ്രശാന്തിൻ്റെ ഒരു പടം ഫ്രെയിം ചെയ്ത് വെക്കാൻ സൂതനെ കാണുമ്പോൾ പുറത്തിറങ്ങി വരും സൂതൻ. എനിക്ക് പറയണമെന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി അധിക സമയമില്ല, സൂതൻ ഉടൻ പുറത്തിറങ്ങുക തന്നെ ചെയ്യും. കാരണം ഈ രാജ്യത്ത് നിയമ സംവിധാനങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. കേരള ഹൈക്കോടതി തന്നെ ഒരുപക്ഷെ അതിൽ വിധി പറയും. ഇല്ലെങ്കിൽ അതിന് മുകളിൽ പരമോന്നത നീതിപീഠമൊക്കെ ഉണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരുടെ പേരിൽ ഉണ്ടാവുന്ന കേസുകളുടെ പേരിൽ കാപ്പ ചുമത്താനാണെങ്കിൽ എത്ര പേരെ ചുമത്താം എന്നൊന്ന് ആലോചിച്ച് നോക്കണം. മാത്രമല്ല, കാപ്പ ചുമത്തി കൊലക്കേസിൽ പ്രതിയായിരുന്ന കാരായി രാജൻ ഇപ്പോൾ MLA ആയിരിക്കുന്നുണ്ട്. സഖാക്കളെ മറക്കരുത്. കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. ഏതായാലും VV രാജേഷ് ഇന്ന് പറഞ്ഞതുപോലെ എണ്ണി എണ്ണി കണക്ക് ചോദിക്കട്ടെ. അഴിമതിയുടെ, അഹങ്കാരത്തിൻ്റെ, ഗുണ്ടായിസത്തിൻ്റെ അടിവേരുകൾ പറിച്ചെടുക്കാൻ VV രാജേഷ് നിങ്ങളുടെ ബുൾഡോസർ ഇനിയും മുരണ്ടു വരട്ടെ. അതിൻ്റെ അമരത്ത് സുഗതനും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.